വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനുഷ്മാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൈനാപ്പിൾ കൊണ്ടൊരു അച്ചാർ, അതാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മാത്രമേ അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. പകുതി പൈനാപ്പിൾ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 2 ഇതൾ കറിവേപ്പില, ഇത്രയുമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. പൊട്ടിയതിന് ശേഷം ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഇനിയാണ് നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇടാൻ പോകുന്നത്. 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കീറിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറിയ കഷ്ണം ഒരു ഇഞ്ചി എടുത്തത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മുടെ സാദാ മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളാണ്. അത് ആ ചേരുവകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ചെറുതായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ രുചിക്ക് അനുസരിച്ച് ഇട്ടാൽ മതി. അതിനുശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ട് അതൊന്ന് തിളയ്ക്കണം. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതാണ്.